ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അതെ, മറുപടി കൊടുക്കണ്ടേ മനുഷ്യന്മാരെ? നമ്മള് മനുഷ്യനല്ലാണ്ടായി പോവില്ലേ? ഞങ്ങള് രണ്ടാളും ഭയങ്കര വിഷമത്തിലായിരുന്നു കേട്ടോ. ചപ്പീന ബീബി നമുക്കെതിരെ വീഡിയോ ഇടാണ്ട് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിരുന്നു. കാരണം ഏറ്റവും റീച്ച് കിട്ടുന്നത് നമ്മുടെ ചപ്പീന ബീവിയുടെ വീഡിയോക്കാണ്. അപ്പോൾ വെടിപ്പുര ബീവിയുടെ വീഡിയോ ഇടാണ്ട് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിരുന്നു. കാരണം ഇങ്ങോട്ട് കൊത്തണ്ടേ, തിരിച്ച് അങ്ങോട്ട് മാന്തണം എന്നുണ്ടെങ്കിൽ പക്ഷെ അത് മാന്താൻ കിട്ടുന്ന ഒരു അവസരം ഇല്ലായിരുന്നു. പക്ഷെ ചേച്ചിയായിട്ട് ഞങ്ങൾക്കൊരു അവസരം ഉണ്ടാക്കി തന്നു. എന്താണ് ആദ്യമേ നമ്മൾ പറഞ്ഞുതരാം. നമ്മളെ ഗുരുവായൂരത്തെ ഒരു വിഷയമില്ലായിരുന്നോ? ഗുരുവായൂർ ഇവനൊരു ലേഡിയുടെ അടുത്ത് സംസാരിച്ചേ. ആ വിഷയത്തെ സംബന്ധിച്ച് ചാച്ചി ഒരു ക്യാപ്ഷൻ, ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ചേച്ചി പൊതുവെ ഷോർട്സേ ഇടാറുള്ളൂ, കൊച്ചു ഗള്ളി. സ്വന്തം കാല് വെച്ച് നടക്കാൻ പോലും പറ്റാത്തോളാ വെടിപ്പുര വീവി. ഓൾ എങ്ങനെയാണല്ലോ ഈ വെടിപ്പുര വീവി എന്നുള്ള പേര്? നാളെ പണ്ട് ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും അല്ലേ വെടിപ്പുര ബീവിയെ? വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഫോട്ടോ എടുത്ത് അന്ന് ആ തള്ള പറഞ്ഞു കേട്ടോ. കേട്ടാ, ലേഡിയുടെ ഫോൺ ചെക്ക് ചെയ്യാൻ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ ഒന്നും ആരും കണ്ടിട്ടൊന്നും പറഞ്ഞില്ല. അങ്ങനെ വേണമെങ്കിൽ എന്റെ മോളെ ഞാൻ ഓളെ കൊണ്ട് ഒന്നും കൂടി അങ്ങ് കെട്ടിക്കും. എന്ന് വെച്ചാൽ എന്നെ വേണമെങ്കിൽ ഒന്നും കൂടി അങ്ങ് കെട്ടിക്കും. കെട്ടിക്കും പറയാൻ കാരണം എന്താ വെച്ചാല്, അല്ല അന്ന് കച്ചറുണ്ടാക്കിയ ആ ഒരു തള്ള, ആ തള്ള കമന്റ് ഇട്ടതാണ് കേട്ടോ. അത്രയും വൃത്തിയായിട്ടൊരു കമന്റ് ഇട്ടത് കൊണ്ടാണ് ആ ഒരു രീതിയിൽ പറയേണ്ടി വന്നത്. അപ്പോ ഈ വെടിപ്പുര ബീവി ഞാൻ കെട്ടിക്കില്ല കേട്ടോ, കെട്ടുമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ ഓളൊന്നേ കെട്ടിക്കുന്നു പറഞ്ഞിട്ടേ ഉള്ളൂ. അതിപ്പോ ആർക്കായാലും ആ ഒരു അപ്പുറത്തെ ആ ഒരു ഇമോഷനിൽ ആരായാലും പറഞ്ഞു പോകുന്നതേ അമ്മയും പറഞ്ഞുള്ളൂ. അപ്പോ ഇപ്പൊ പറഞ്ഞു തരാൻ കാരണം എന്താന്ന് വെച്ചാല്, നമ്മുടെ ആങ്ങളെയും പെങ്ങളെയും കെട്ടിക്കുമോ തള്ളേന്ന് ഓക്ക് പിന്നെ വിദ്യാഭ്യാസമല്ലേ വെടിപ്പുര ബീവിക്ക്. ഓൾ സ്വന്തം അമ്മേന്റെ പേരിൽ കച്ചറുണ്ടാക്കി സ്വന്തം കിടപ്പ് മുറിയിൽ ഭർത്താവ് അറിയാതെ വേറൊരുത്തരെ കയറ്റിയിട്ട് പൂശുന്നത് കണ്ടിട്ട് ഭർത്താവ് ഒഴിവാക്കി പോയ ഒരു കാമപ്രാന്തിയുമായ വെടിപ്പുര ബീവിയോട് ഇന്ത്യ തള്ള, അതായത് നീ പറഞ്ഞ അഭിസംബോധനയിൽ പറയുകയാണെങ്കിൽ നീ എന്റെ തള്ള എന്നെ കൊണ്ട് അല്ല ഇവളെ കെട്ടിക്കുമെന്നേ പറഞ്ഞുള്ളൂ. ഞാൻ കെട്ടിയിട്ടുമില്ല. ഇവളൊന്ന് കെട്ടിയാൽ അറിയാല, ഇവളൊന്ന് കെട്ടിയതുമാണ്. നിന്നെപ്പോലെ സ്വന്തം കിടപ്പുമുറയിൽ ഭർത്താവ് അറിയാതെ വേറൊരുത്തനെ കയറ്റിയിട്ട് ഭർത്താവ് ഒഴിവാക്കി പോയിട്ട് അവന്റെ കൂടെ 1 കൊല്ലം കിടന്ന്, വേറൊരുത്തന്റെ കൂടെ 2 കൊല്ലം കിടന്ന്, പിന്നെ ഒരുത്തന്റെ കൂടെ 2 കൊല്ലം കിടന്ന്, ഇപ്പൊ ഒരു ഹിന്ദുവിന്റെ കൂടെ കിടക്കുന്ന നാഞ്ചാലി എന്ന് പറഞ്ഞ വെടിപ്പുര ബീവിയായ ഈ ബീവിയോട് നിനക്ക് എന്ത് യോഗ്യതയാണ് ഈ പറയാനുള്ളത്? നിന്റെ തള്ള എന്നെ കൊണ്ട് കെട്ടിക്കുമേ പറഞ്ഞു. നീ 4 എണ്ണം കെട്ടിയിട്ട് 4ാമത്തെ കൂടെ മുറിക്കാത്തവന്റെ കൂടെ കിടന്ന് വൈകുന്ന നീ മക്കള് വരെ സ്വന്തമാണെന്ന് അറിയാത്ത, അല്ലെങ്കിൽ തന്ത ആരാന്നറിയാത്ത, അല്ലെങ്കിൽ ഉപ്പ ആരാന്നറിയാത്ത വെടിപ്പുര ബീവിയെ. എടി, നിന്റെ മക്കളെ കാണിക്കാനുള്ള ധൈര്യം ഉണ്ടോടി? ഒന്ന് കാക്കക്കും ഒന്ന് പൂച്ചക്കും ഉണ്ടായതിന്റെ മാതിരിയല്ലേ ഉള്ളത്. രണ്ടും മന്ദബുദ്ധിന്റെ ഫേസ് കട്ട് കേട്ടോ. അങ്ങനെ ഞാൻ തരം മക്കളെ പറ്റി പറയല്ല. കാര്യം എന്താ വെച്ചാൽ എന്റെ മക്കളെ അവൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ശരിക്കും ഓട്ടിസം ബാധിച്ച ആൾക്കാരുടെ ഫേസ് പോലെ ഡ്രസ് കൊടുത്ത്, അതായത് വെടിപ്പുര ബീവി ഡ്രസ് എടുത്തൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ അറിയാം ആന ഇറങ്ങി വരുന്നതായി. ജ്ഞാനചന്തം എന്ന് തന്നെ പറയാം. ഫോട്ടോ എടുത്ത് നോക്ക് വെടിപ്പുര ബീവിയെ. അനക്ക് പറ്റിയ പേര് കാമ വെടിപ്പുര ബീവി. വെറും കാമം. നാഞ്ചാലല്ലേ, ഇനി പാഞ്ചാലിയാ. ആദ്യം ഒരുത്തണ്ടല്ലോ, പിന്നല്ലേ 4 എണ്ണം പാഞ്ചാലി തന്നെ. പിന്നെ എല്ലാരോടും പറയുന്നത് പോലെ തന്നെ നിങ്ങളൊക്കെ ഇവനെ എന്റെ കാമുകനാക്കാൻ ശ്രമിച്ചില്ലേ? കാമുകനാണെങ്കിൽ നല്ല അന്തസ്സിന് ഞാൻ കോണ്ടന്റ് എടുക്കുന്നില്ലേ? നിങ്ങളെയൊക്കെ മാതിരി ഒളിച്ചും പാത്തും വിളിച്ചൊന്നും നടക്കില്ലല്ലോ. ഞാൻ നല്ല അന്തസ്സിന് ഇതേ കൈ ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ നടക്കുന്നില്ലേ ഫോണ്? അപ്പൊ പിന്നെ ഒരു കാര്യം, വെടിപ്പുര ബീബിയെ ഞാൻ ഒന്നേ കെട്ടിയിട്ടുള്ളൂ. നീ കെട്ടിയിട്ടുണ്ടോ? ഞാൻ കെട്ടിയിട്ടുമില്ല. ഓൻ കെട്ടിയിട്ടുമില്ല. അതിന് വേണമെങ്കിൽ തെളിവിന് വേണേ നിങ്ങൾ മറ്റേ പഞ്ചായത്ത് പോയിട്ട് അന്വേഷിച്ച് നോക്കുക. അവിടെ പഞ്ചായത്ത് പോകേണ്ട കാര്യമില്ല. ഇനി എവിടെ വേണം പോയി. ഇനിയിപ്പോ അഥവാ കൊണ്ടടക്കുന്നില്ലെന്ന് കൊണ്ടടക്കുന്നത് നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, അന്തസ്സിന് കാണിച്ചോണ്ടല്ലേ. സ്വന്തം ഭർത്താവ് കൂടെ ഉള്ള സമയത്ത് ഇവളാരെയും വിളിച്ച് കട്ടിലടി കയറ്റിയിട്ടില്ല.
ഞാനിട്ട് കട്ടിലടി കയറാൻ പോയിട്ടില്ല. ഞാന് പറഞ്ഞു തരാം. അങ്ങനെ കട്ടിലടി കയറ്റിയിട്ട് സ്വന്തം ഭർത്താവിനോടും ചെള്ളക്കുറ്റിക്ക് അടി കിട്ടിയ കഥയും പിന്നെ രണ്ടാമത്തെ സ്വന്തം അല്ലാത്തതും സ്വന്തം ഭർത്താവിന്റെ അല്ലാത്ത കഥയും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞേക്ക്. പിന്നാന്ന് വെച്ചാൽ ഇപ്പൊ 4 ആൾക്കാരെ കൂടെ കിടന്നിട്ട് 4ാമത്തെ ഹിന്ദു ചങ്ങായിന്റെ കൂടെ കിടന്നുറങ്ങുന്ന എനിക്ക് നമ്മളോട് പറയേണ്ട ഒരു കാര്യമില്ല. സോറി വന്നുകൊണ്ടാണ്. ഇവനുണ്ടല്ലോ എന്താന്നറിയില്ല, മരിച്ചീനി മോറിന്റെ മുഖം മാത്രമേ ഇവന്റെ മനസ്സിലുള്ളൂ. എന്തോ അങ്ങോട്ട് കിടത്തി ഉറക്കി. അതേമാതിരി ഈ വെടിപ്പുര വീഴ്ച ഉണ്ടായാലും ഇട്ടോ അറിഞ്ഞിട്ടോ സുഖല്ലേ അറിഞ്ഞിട്ടോന്ന് പറഞ്ഞൊരു വിളി. ഇപ്പൊ സുഖായില്ലേ? അപ്പേ ഞങ്ങളെ കെട്ടിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ കെട്ടിന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അത് അവന്റെ അമ്മ പറഞ്ഞതില്ല. എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ വെടിപ്പുര വിവേ. അതുകൊണ്ട് നീ വീഡിയോ ഇടാഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. വൃത്തിയിട്ട കമന്റ് എല്ലാം പിന്നെ എനിക്കതാണല്ലോ ശീലം. സ്വന്തം മക്കളെ സ്വന്തം മക്കളെടുത്ത് പോയിട്ട് ഓരോ അമ്മമാരെ തോന്നിയാസം പറയാ, ഈ പഞ്ചായത്ത് അല്ലേന്ന് പറയാ, ഈ മുനിസിപ്പാലിറ്റി അല്ലേന്ന് പറയുന്ന ഡയലോഗൊക്കെ നമ്മൾ കേട്ടിക്ക് ആ വീഡിയോയില് അത് കാണിച്ചു കൊടുത്തുകയും ചെയ്തിരിക്കും. അപ്പൊ അങ്ങനത്തെ സംസ്കാരമുള്ള നീയാണോ നിന്റെ തള്ളേന ഉണ്ടാക്കുന്ന പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇട്ടത്? ഇതെങ്ങാനും അമ്മ പറയാണെങ്കിൽ നീ പിന്നെ വേറൊരു കാര്യം ഗൈസ് നിങ്ങളോട് പറയാനുള്ളത്, ഈ നമ്മുടെ തെറിത്താത്ത ഉണ്ടല്ലോ, ഞാൻ ഇവൻ വിളിക്കുമ്പോൾ വെടിപ്പുര വിവി എന്ന് വിളിക്കുന്നില്ല. കാരണം എന്റെ നാവ് കുറച്ച് പവിത്രമായിട്ട് നിൽക്കണ്ടേ. കാരണം കണ്ണനെ നമിക്കുന്ന ഞാൻ വിളിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഈ അങ്ങനത്തെ ഉള്ള ആൾക്കാരെ നമ്മൾ അങ്ങനെ വിളിക്കേണ്ടത്. അതായത് വെടിയായ ആൾക്കാരെ വെടിപ്പുര വീവി തന്നെ വിളിക്കണം. അപ്പോൾ ലൈഫിൽ ഒരു സമയത്ത് ഒരു എന്താ പറയുക 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിൽ ഒരു 18 മണിക്കൂർ 19 മണിക്കൂറും പറഞ്ഞതിൻ്റെ അതിൽ കണ്ണൻ്റെ അടുത്ത് നിൽക്കുന്ന ഞാൻ ആ സ്ത്രീയെ അങ്ങനെ വിളിക്കാൻ പാടില്ല. അത് കണ്ണനോട് കൊടുക്കുന്ന ഒരു ഇതായിപ്പോവും. അതുകൊണ്ടാണ്. അപ്പോൾ ഈ വെടിത്താത്തനോട് പറയാൻ പിന്നെയും തെറിത്താത്തനോട് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയോ. നീ ഇവന്റെ അമ്മയുടെ അടുത്തായിരുന്നു ഇത് പറഞ്ഞതെങ്കിൽ അമ്മേൻ്റെ കഥയല്ല പറഞ്ഞത്. ഈ വെടിത്താത്ത പിന്നെ പല ആൾക്കാരുടെയും വീട്ടിൻ്റെ മുമ്പിൽ വന്നിട്ട് തെറി വിളിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണ് ഈ സ്ത്രീക്ക് തെറിത്താത്ത എന്ന് പേര് വന്നത്. അപ്പോൾ പേര് ഞങ്ങൾ ഇട്ടത് വെടിപ്പുര ബീബി എന്നുള്ള പേര് ഇവനിട്ടതാട്ടോ. അത് പറയുന്നതിൽ ഒരു വിഷയമില്ല. പക്ഷെ തെറിത്താത്ത എന്ന് പലരും ഇട്ടൊരു പേരാണ് തെറിത്താത്ത എന്നുള്ളത്. അപ്പൊ ഈ തെറിത്താത്ത പലരുടെയും വീടിന്റെ മുമ്പിൽ വന്ന് തെറി വിളിക്കുകയും പലരെയും വീട്ടിൽ കയറി തല്ലാൻ നോക്കി ആൾക്ക് തല്ല് കിട്ടി ഇറങ്ങി ഓടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു. അപ്പൊ എന്നെ ഒരാൾ കോണ്ടാക്ട് ചെയ്തു, ഈ വിഷയം പറഞ്ഞു കേട്ടോ. ഇങ്ങനെ തെറിത്താത്ത വീട്ടിൽ വന്നിട്ട് വീടിന്റെ മുമ്പിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി വീട്ടിൽ കയറി തല്ലാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത് എന്താണെന്നറിയോ, തെറിത്താത്തൊക്കെ ഒരു ഡയലോഗ് ഉണ്ട്, ആദ്യ അടി പിന്നെ കേസ്. തെറിത്താത്ത അഥവാ ഇവിടെ കുറുവങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ കാല് കുത്തിയിട്ട് എന്നെ തെറി വിളിച്ചിട്ടോ എന്നെ അടിക്കാൻ ഇപ്പോൾ ഒരയിലേക്ക് വന്നാലോ ഓളം മറ്റേ കാലുണ്ടല്ലോ അടിച്ച് ഞാൻ പൊട്ടിക്കും. നിനക്ക് ധൈര്യം ഉണ്ടേ? നീ ഡാഡിക്ക് പിറന്നതല്ലാന്ന് നീ തന്നെ പറഞ്ഞതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. അത് തെറിത്താത്ത തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ തന്ത ചത്തു പോയതാണ് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് മാത്രം ഡാഡിക്ക് പിറന്നതാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. അപ്പോൾ ഡാഡിക്ക് പിറക്കാത്ത നീ അങ്ങനെ നിനക്ക് വരാൻ ഗട്സ് ഉണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് വന്നോ മോളെ. നിന്റെ മറ്റേ കാലിന് പെട്രോൾ അടിക്കാൻ പൈസയൊക്കെ വേണ്ട. ഇപ്പൊ തന്നെ ആരോ വീട്ടിലും വാടകയ്ക്കൊക്കെ താമസിക്കുന്നു. അപ്പൊ നീ അടുത്തൊരു സ്റ്റിക്കുമായിട്ട് വന്നാൽ മതി. ഏത് സെൽഫി സ്റ്റിക്ക് ഫോണിന് വെക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. നീക്ക് തിരിച്ച് മറ്റേ ഒരു വാക്കർ ഉണ്ടല്ലോ, ആ വാക്കറുമായിട്ട് നീ ധൈര്യമായിട്ട് വന്നോ. എനിക്ക് കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ നിന്റെ കാല് തല്ലി ഒടിച്ചിട്ടേ ഞാൻ പോകുള്ളൂ. എന്താ രസം. പക്ഷെ ശരിക്കുള്ള രോഗം കണ്ടാലോ നായി വെള്ളം കുടിക്കൂല. നിന്നിട്ട് ഒരു സ്ത്രീ വീഡിയോ എടുക്കൂല, നിന്നിട്ട് സ്ത്രീക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല. അത് ഉണ്ടല്ലോ. ഈ ഞാനൊരു കാര്യം പറയട്ടെ, ആരും ആരുടെയും മുമ്പിൽ അഹങ്കരിക്കരുത്. കഴിഞ്ഞ ഒരു വീഡിയോക്ക് ഞങ്ങൾക്ക് വന്നിട്ടുള്ളൊരു കമന്റ് ഉണ്ടായിരുന്നു, ഒരു അസുഖം വന്നാൽ തീർന്നു. അതേപോലെ ഒരു കാലോ കയ്യോ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ അഹങ്കാരം. പക്ഷെ ഞാനൊന്നും ആരെയൊന്നും പറഞ്ഞിട്ടില്ല, കാലില്ലാത്തോടും പക്ഷെ ഇങ്ങോട്ട് നമ്മളെ കയറി ചൊറിയുമ്പോ വെച്ചു കൊടുക്കല്ലോ വേണ്ട, തിരിച്ചും ചൊറിയണല്ലോ. അത്രേ ചെയ്തുള്ളൂ. അപ്പോൾ നിന്റെ അഹങ്കാരം കൊണ്ടാണ് പടച്ചോൻ നിന്നെ അങ്ങനെ ആക്കിയെന്നുള്ളത് എനിക്ക് നന്നായിട്ടുണ്ട്. എനിക്ക് ശാപം കിട്ടിയതാ.
പല മക്കളുടെയും ശാപം വലിയ ആൾക്കാരുടേതായിരിക്കുമല്ലോ കേട്ടോ. എൻ്റെ മകന് ആ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ മകൻ അത് കേട്ടോണ്ടിരിക്കുക. എൻ്റെ മകൾ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ടുണ്ട് അവളെക്കുറിച്ച് പറഞ്ഞപ്പോൾ. അതേപോലെ പല മക്കളെക്കുറിച്ച് പറഞ്ഞിട്ടും നിനക്ക് ദൈവം തന്ന ശിക്ഷയാണത്. അത് നീ മനസ്സിലാക്കി നീ ഇനിയും കിട്ടും. ഇനി കിട്ടും നിനക്കല്ല, അത് നീ കൂട്ടിക്കോ. അത് ഞാൻ ആർക്കാന്ന് ഈ നാവ് കൊണ്ട് ഞാനത് പറയില്ല. അത് നിനക്ക് കിട്ടുമ്പോൾ നിനക്ക് മനസ്സിലായിക്കോളും. അതുകൊണ്ട് എൻ്റെ മക്കളെ മാത്രമല്ല പലരുടെയും മക്കളെ നീ പറഞ്ഞ് മുതലെടുത്ത് നിന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ മക്കളുടെ ശാപം അത് കിട്ടിയതാണ് നിനക്ക്. ഇനിയും നീ വീഡിയോ ഇടാൻ പാടി. ഞങ്ങൾക്ക് റീച്ച് കിട്ടുന്ന സംഭവമാണ്. ഞങ്ങൾക്ക് നല്ല ധനം കയറുന്നുണ്ട്. അതുകൊണ്ട് നീ വാടി വാ. അയ്യോ 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 അതുകൊണ്ട് പാടി മുത്തേ എന്നെ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ സത്യമായിട്ട് വിഷമിച്ചിട്ടുണ്ടല്ലേ പിന്നെ വീഡിയോ ഒന്നും കാണാതിരുന്നിട്ട്. കാരണം ഷെഫീന ബീബി എന്ന് പറഞ്ഞ് ക്യാപ്ഷൻ ഇട്ടാൽ തന്നെ ഞങ്ങൾക്ക് റീച്ച് കൂടുന്നുണ്ട്. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇനിയും എന്താ പറയുക, ഇങ്ങനത്തെ വീഡിയോസുകൾ ഇങ്ങനത്തെ കമൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വെടിപ്പുര വീവ് വരണം. വേറെ കുറെ ആൾക്കാരുണ്ട്, ഒരു വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. വെടിപ്പുര വീവി ഒഴിവാക്കരുത്, ഒരിക്കലും വീഡിയോ ഒഴിവാക്കരുത്. നീ ഓരോ തെളിവ് തരുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് കുറെ തെളിവുകൾ ഇങ്ങനെ പറയാനുണ്ട്. എൻ്റെ എന്താ പറയാ, വീഡിയോസ് ആയിട്ടും ഫോട്ടോസ് ആയിട്ടും കാമക്കഥകളായിട്ടും നാട്ടിൽ നടന്ന സംഭവമായിട്ടും പിന്നെ കുറെ 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 കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഇങ്ങനെ പുറത്ത് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാം. അതേപോലെ ഈ വീഡിയോ ഇപ്പോൾ ഫസ്റ്റ് ആണ് ഒരാൾ കാണുന്നതെങ്കിൽ ആരാണ് ഇവൻ പറയുന്ന വെടിപ്പുര വിധി ആരാണെന്നും ഈ തെരിത്താത്ത് എന്താണെന്നും എന്തിനാണ് ഞങ്ങൾ നിലവാരമില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നും ചിന്തിക്കേണ്ട. ഈ തെരിത്താത്ത എന്നെയും എൻ്റെ മക്കളെക്കുറിച്ചും വളരെ വളരെ മോശമായിട്ട് സംസാരിച്ചത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതും ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതും. അത് ഒരു തെരിത്താത്ത തന്നെയാണ്. തെറി വിളിച്ചിട്ട് പൈസ സമ്പാദിക്കുന്ന ഒരു വ്യക്തി എന്ന് തന്നെ പറയാം. മറ്റുള്ളവരുടെ നമ്മളെ കൂട്ടത്തിലുണ്ട് ഹരിസ്ത്രീ ചെയ്താന്നറിയും. ഓളെ എഴുതിയത് അരിയില് മലയാളല്ല തെറിയാ എഴുതിയത്. തെറിസ്ത്രീ എന്നാണ് അവളുടെ. പിന്നെ നമുക്ക് ഹരിസ്ത്രീ കുറിക്കുന്ന അവൾക്ക് അരിയിൽ എഴുതി കൊടുത്തത് തെറിസ്ത്രീ എന്നാണ്. അതുകൊണ്ട് തെറി മാത്രമേ അവൾ വിളിക്കുന്നുള്ളൂ. അതുകൊണ്ട് അവക്കിട്ട് മറുപടി കൊടുക്കണം എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അമ്മ ഉണ്ടായിരുന്നേ കുറച്ചും കൂടി പൊളിയാവുമായിരുന്നു മോളെ. നിനക്ക് എനിക്ക് 64 ഉണ്ട് തന്നില്ല, എല്ലാം 32 നിന്റെ അമ്മ അടിച്ച് തോയ്ക്കും. പിന്നെ ഈ കേസ് വന്നാലൊക്കെ പേടിച്ച് പോകുന്ന ഒരു സൈസ് ഗഡ്സ് ഉള്ള അങ്ങനത്തെ പേടിയുള്ള ഒരു സംഭവമല്ല. നല്ല ഗഡ്സ് ഉള്ള ഒരു സ്ത്രീ ആട്ടോ. എനിക്ക് എൻ്റെ അമ്മേനെയും കുട്ടി എവിടെയെങ്കിലും പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളെ നേർക്ക് ആരും വരൂല എന്നുള്ളത് നല്ല ഉറപ്പിച്ച് നമുക്ക് ധൈര്യത്തോടു കൂടെ പോവാം. അതാണ് ഞങ്ങളുടെ അമ്മ. അപ്പോൾ ഇതിന്റെ മറുപടി ആയിട്ട് വായോ തെറിത്താത്തേ. അപ്പോൾ നമ്മൾ ബൈ, see you. Okay.